വെൽക്കം ബാക്ക് ടു ചാസും വ്ലോഗ്. സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിത്ര രാവിലെ എഴുന്നേൽക്കുന്ന ഒരു 6-7 മാസത്തിന് ശേഷമാണ് കേട്ടോ. ഓൾമോസ്റ്റ് 7 മണിയായി. പക്ഷേ ഞാൻ നോർമലി എഴുന്നേൽക്കുന്നത് ഒരു 9-9:30ഒക്കെയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് തിരുവോണമാണ്. ഇന്നലെ ഉത്രാടത്തിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 1 മണിയായി. കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുറക്കാൻ വയ്യ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇടിയപ്പവും കിഴങ്ങറിയും. പക്ഷേ ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരണം. അതൊരു ചടങ്ങാണ്, എല്ലാ തിരുവോണത്തിനുള്ളതാണ്. സോ ഇപ്പോൾ ഇന്ന് ബുജിച്ചേട്ടൻ വരുന്നുണ്ട്. ചന്ദ്രുതി രാവിലെ പോയിട്ട് വന്നു. ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടു. പക്ഷേ ഇടയ്ക്ക് കറണ്ട് പോയി. അതുകൊണ്ട് അവിടെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ശരിയാക്കിയിട്ടാണ് പോയത്. സോ ആ ഒരു മേക്കപ്പിൻ്റെ തെളിച്ചനെ മുഖത്ത് കാണാനുണ്ട്. സോ ബുജിച്ചേട്ടൻ ബൈക്ക് എടുത്തു. ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഒരു ഓണപ്പൂക്കളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. പോയിട്ട് വരാം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മളിതേ കുറച്ച് പണികളുണ്ടായിരുന്നു. പപ്പടം കാച്ചാനും ഇതൊക്കെ. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മൂമ്മയുടെ കൂടെ കുറേ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. ഓണം അവർക്കും കൂടെയൊക്കെ സ്പെഷ്യലാണല്ലോ. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. സോ നമ്മൾ ആദ്യം മാവേലിക്ക് വെച്ചു. മാവേലിക്ക് വെക്കേണ്ടത് പുള്ളിക്കാരൻ നമ്മളെ കാണാൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കണമല്ലോ. സോ അപ്പോൾ മാവേലിക്ക് വെച്ചിട്ട് നമ്മൾ ഇലയൊക്കെ ഇട്ടു. ഞാൻ ഫസ്റ്റ് പന്തിലിരുന്നില്ല. എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ 2ാം തിരുനാളാണെന്ന് പറഞ്ഞു. ജിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കസിൻസ്. അവർ ബാംഗ്ലൂർ ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്ന്. ഇവർ എല്ലാ വർഷവും സ്പെഷ്യലാണ് കേട്ടോ. ഇവർ ഓണത്തിനും ഒക്കെ വരാറുണ്ട്, അല്ലാത്തപ്പോഴും ഇവിടെ വരാറുണ്ട്. പിന്നെ അമ്മ ഓൾവേസ് കലവറയിലാണ്. പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു സേമിയ പായസം. സോ അപ്പോൾ അത് സദ്യയുടെ കൂടെ ഇല്ല, അല്ലാത്തപ്പോൾ കഴിക്കും. സോ നമ്മളിതേ സദ്യ കഴിഞ്ഞിട്ട് വൈകുന്നേരം ശാസ്താംകോട്ട കായലിലേക്ക് വന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേരം വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കസിൻസൊക്കെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നു. സോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, വ്ളോഗാണ് കേട്ടോ. ഞാനങ്ങനെ വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. സോ അപ്പോൾ നമുക്ക് എന്താ പറയുക, അടുത്ത വീഡിയോയിൽ കാണാം ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്. So for those who celebrating Onam, so for those not celebrating Onam, so എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.